ശ്രീമുഖി സങ്കീർത്തനാമീശ്വരി സദാശിവസമാരംഭാം ശങ്കരം ശങ്കരാചാര്യം സപ്തഭാഷ്യകൃതോ ഭഗവന്തോ ഈശ്വരോ ഗുരുരാജ്ഞേ പ്രദേഹായ ദക്ഷിണാമൂർത്തയേ ഭാഷ്യം. ഭാഷ്യത്തിൽ പറയുന്നു, യാവതയമേവം വേദ പശ്യാമി ശൃണോമി സ്പൃശാമീതി വാ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവദഞ്ജസ കൃഷ്ണം ആത്മാനം ന വേദ. യാവതയും ഏവം വേദ പറഞ്ഞു. അങ്ങനെ പരിച്ഛിന്നമായി അറിയുന്നത്, അകൃഷ്ണം അസമസ്തമായി അറിഞ്ഞാൽ എങ്ങനെ പശ്യാമി കാണുന്നവൻ, കേൾക്കുന്നവൻ, ചിന്തിക്കുന്നവൻ ഇത്തരത്തിലറിഞ്ഞാൽ അത് പൂർണ്ണമായി സാക്ഷാത്തായി അറിയുന്നില്ല എന്നാണ്. അവൻ അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ല. വെറുതെ പറയുന്നു, യഥേവം അവിദ്യോക്തം പ്രണാദി അസ്യ അതദാത്മനഃ നാമരൂപം അതത്താഭ്യാം പശ്യന്നപി ന പശ്യതി. ഈ അവിദ്യാകൽപിതമായ ഈ താദാത്മ്യം, പ്രാണാദികളോടുള്ള താദാത്മ്യം, വാസ്തവത്തിൽ അത് അങ്ങനെയല്ലെങ്കിലും നാമരൂപ താഭ്യാം നാമരൂപാത്മകമായ ഈ ഭാവങ്ങളിലൂടെ അവൻ കാണുന്നുണ്ടെങ്കിലും പശ്യന്നപി ന പശ്യതി, അവൻ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല. തന്റെ വാസ്തവ സ്വരൂപത്തെ അവൻ അറിയുന്നില്ല. പശ്യന്നപി ന പശ്യതി. എന്തുകൊണ്ട്? അതദാത്മനഃ ഇവിടെ പറഞ്ഞു, നാമരൂപരഹിതനാണ്. നാമരൂപരഹിതനായിരിക്കുന്ന താൻ തന്റെ സ്വരൂപത്തെ നാമരൂപങ്ങളിലൂടെ കണ്ടാലും നാമരൂപോപാധികളിലൂടെ കണ്ടാലും അത് കാണുന്നില്ല, യഥാർത്ഥത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. കഥം പുനഃ പശ്യന്മേത, പിന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്?
അപൂർണതയിൽ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ശ്രുതി പറഞ്ഞു ആത്മാനം വിദ്യയോ ഉപാസീത. ആത്മീയത്യേവ ഉപാസീത നസവേദ അകൃഷ്ണോ കേശോദ ഏകൈകേന ഭവതി ആത്മീയത്യേവ ഉപാസീത. ആത്മാവായി സ്വസ്വരൂപമായി തന്നെ അറിയണം. അത്ര ഹീയതേ സർവം സർവേ ഏകം ഭവന്തി. അവിടെ ഇതെല്ലാം ഏകീഭവിക്കുന്നു. സ്വസ്വരൂപമായിട്ടാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു. തുടർന്ന് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആത്മീയത്യേവ ഉപാസീത. അതിന് വ്യാഖ്യാനത്തിൽ പറയുന്ന വിദ്യാസൂത്രം എന്നാണ്. ഈ ചെറിയ മന്ത്രമാണ്. ആ മന്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ആത്മീയത്യേവ ഉപാസീത. ഭാഷ്യകാരൻ പല സ്ഥലത്ത് നിർദ്ദേശിക്കുന്നതാണ്. അത് അത്രയും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് പറയുന്നത് വിദ്യാസൂത്രമാണ്, സംഗ്രഹവാക്യമാണ്, തത്വത്തെ പറയുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അടുത്ത് വളരെ വിശദമായ വ്യാഖ്യാനമാണ് ഭാഷ്യകാരൻ ചെയ്യുന്നത്. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആത്മീയത്യേവ ആത്മീയതി പ്രാണാദീനി വിശേഷണാനി യാനി യുക്താനി താനി യസ്യ സ ആത്മനുവൻ താൻ ആത്മീയത്തിച്ചത്. ഇതിൽ ആത്മീയത്യേവ ഉപാസീത എന്ന് പറയുന്നതിൽ ആത്മാന്ന് പറയുന്നത് എന്താണ്? മുമ്പ് വിശേഷിച്ച് യച്ചാപ്നോതി യഥാദത്തെ യച്ചാത്തി വിഷയാനിഹ യച്ചാസ്തി സന്തതോ ഭാവ തസ്മാദാസ്മി ആത്മീയതി ഗീയത്തെ. മുമ്പ് ഒരു ഭാഗത്ത് ഭാഷ്യത്തിൽ വന്നു. അപ്പോൾ അത് തന്നെ ഇവിടെയും പറയുന്നു. ആ ശ്ലോകത്തെ പറയാതെ പ്രാണാദീനി വിശേഷണാനി യാനിയുക്താനി. ഇവിടെ പറഞ്ഞല്ലോ പ്രാണൻ രണ്ടു തരത്തിൽ, ക്രിയ, ജ്ഞാനം, അതിന്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ രണ്ടു തരത്തിൽ പറഞ്ഞു. അത് ആർക്കു വേണ്ടി പറഞ്ഞു? താനിയസ്യ. ആരെ സംബന്ധിച്ചാണ് വിശേഷണങ്ങൾ പറഞ്ഞത്? കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ എന്നെല്ലാം. സ അതാണ് ആത്മാവ്. ആർക്കാണോ ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നത്, എല്ലാ വിശേഷണങ്ങളും യോജിക്കുന്നത്. ഏതെങ്കിലും ഒരു വിശേഷണം മാത്രം യോജിക്കുകയാണെങ്കിൽ അത് ജീവഭാവം എന്ന് പറയാം. പക്ഷെ എല്ലാ വിശേഷങ്ങളും യോജിക്കുന്നതാണ് ആത്മനുവൻ. ഇതിലെല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ, എന്നുവെച്ചാൽ എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൻ. കാണുന്നു, അതിനാധാരമായിരിക്കുന്നതാണ് കണ്ണിന്റെ കണ്ണ്, മനസ്സിന്റെ മനസ്സ്, ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്നെല്ലാം പറഞ്ഞു. അതാണ് ആത്മനുവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊന്നിലാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മീയത്തിച്ചതേ, അതാണ് ആത്മാവ്. സതഥ കൃഷ്ണ വിശേഷ ഉപസംഹാരീസൻ കൃഷ്ണഭൂതി. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അതിനോട് അന്വയിക്കുമ്പോൾ കേവലം കാണുന്നവനോ കേൾക്കുന്നവനോ അല്ല, സർവ വ്യാപാരങ്ങളും ജ്ഞാനവും ക്രിയയും ഏതൊന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സർവവിശേഷോപസംഹാരി, സർവ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നവൻ, അങ്ങനെ പൂർണ്ണനായിരിക്കുന്നവൻ, സർവത്തിനും ആധാരമായിരിക്കുന്നവൻ, അതാണ് ആത്മാവ്. ഇവിടെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ സർവശരീരങ്ങളിലും സർവസാക്ഷിയായി അല്ലെങ്കിൽ ജഗതാധാരമായി വസ്തുമാത്രരൂപേണ ഹി പ്രാണാദിപാദി വിശേഷക്രിയാജനിതാനി വിശേഷണാനി വ്യാപ്നോതി. അവൻ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വ്യാപിക്കുന്നു? ആ വസ്തുമാത്ര രൂപത്തിൽ, കേവലമായ സത്സ്വരൂപത്തിൽ അല്ലെങ്കിൽ ചിസ്വരൂപത്തിൽ അല്ലെങ്കിൽ ആനന്ദസ്വരൂപത്തിൽ ആണ് വസ്തുമാത്ര രൂപം എന്ന് പറയുന്നത്. സച്ചിദാനന്ദ രൂപത്തിൽ
ഇവിടെ പ്രാണാദി ഉപാധി വിശേഷ ക്രിയാജനിതാനി വിശേഷണാനി വ്യാപനം. ആ സച്ചിദാനന്ദ രൂപത്തിൽ അവൻ സ്വയം സ്ഥിതി ചെയ്യുന്നു. ഓരോ ജീവനും സ്വസ്വരൂപമായി സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രാണാദിപാധികളിലൂടെ വെളിപ്പെടുന്നു. അതാണ് വ്യാപനോതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവാധിഷ്ഠാനമായി സ്ഥിതി ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പ്രാണപ്രവൃത്തികളിലൂടെ ജ്ഞാന ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം അവൻ വെളിപ്പെടുന്നു, പ്രകടമാകുന്നു. അതാണ് കാണലും കേൾക്കലും എല്ലാം. അതാ ചൈതന്യത്തിന്റെ അഭിവ്യക്തിയാണ്. ചൈതന്യം പ്രകാശിക്കുന്നതാണ്. തഥാച പക്ഷതി ധ്യായതീവ ലീലായതീവ. മനസ്സിന്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, പ്രാണപ്രവൃത്തികൾ, ഇതെല്ലാം ഏതെന്നിന്റെ സാന്നിധ്യത്തിലാണോ സംഭവിക്കുന്നത്. എന്നിട്ട് സ്വയം കരുതുന്നു എന്താണോ താൻ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു, തന്റെ ഹസ്തപാദാദികൾ ചലിക്കുന്നു. മാനസികമായ വ്യാപാരങ്ങൾ, ശാരീരികമായ വ്യാപാരങ്ങൾ രണ്ടിനെയും കാണിക്കാനാണ് ധ്യായതീവ ലൈലായതീവ എന്ന് പറയുന്നത്. അത് തന്നിൽ സംഭവിക്കുന്നു തോന്നുന്നു, തന്നിലല്ല. അത് ബുദ്ധിയിലും ശരീരത്തിലുമാണ്. ഈ ബുദ്ധിക്കും ശരീരത്തിനും ചൈതന്യം പകരുന്ന സ്വരൂപം, അതാണ് തന്റെ സ്വരൂപം. സ്വസ്വരൂപത്തിൽ നിന്നാണ് ഇതിന് ചൈതന്യം വരുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. അറിയാതെ തന്റെ ചൈതന്യത്തെ ഈ ബുദ്ധിയുടെ ചൈതന്യമായി ധരിക്കുന്നു. അപ്പോൾ ബുദ്ധിയിൽ നടക്കുന്ന ചലനത്തെ തന്റേതായി ധരിക്കുന്നു. അന്യോന്യാധ്യാസം എന്ന് പറഞ്ഞു. ശരീരത്തിലെ വ്യാപാരങ്ങളെ, പ്രവർത്തനങ്ങളെ തന്റേതായി ധരിക്കുന്നു. അതാണ് ധ്യായതീവ ലീലായതീവ. താൻ ചിന്തിക്കുന്നില്ല, താൻ ചലിക്കുന്നില്ല, എല്ലാം തന്നിലുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ഈ ചൈതന്യം ഇതിലോട്ട് വ്യാപിച്ചിരിക്കുന്നുണ്ടാണ്. ചൈതന്യം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചൈതന്യം ഇതിനോടെല്ലാം താതാത്മ്യത്തിലിരിക്കുന്നുണ്ട്. ബുദ്ധി താതാത്മ്യം, അന്ധകരണമാകുന്ന ഉപാധിയിലൂടെയുള്ള താതാത്മ്യം കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തസ്മാത്. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആത്മസ്വരൂപം സർവാധാരമായി അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. തസ്മാത്. എന്നാൽ അത് ബുദ്ധിയിലൂടെ ശരീരത്തിലൂടെ പ്രകടമാകുന്നു, അതിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നു എന്നനുഭവപ്പെടുന്നു. ബുദ്ധിധർമ്മത്തെ ശരീരധർമ്മത്തെയൊക്കെ തന്നെ ആരോപിക്കുന്നു. എന്നിട്ട് അവിടെ കരുതുന്നു താൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. തസ്മാ. ഇക്കാരണങ്ങൾ കൊണ്ട് വേർതിരിച്ചറിയുന്നു. ആത്മീയത്വ ഉപാസീത. ആത്മാവെന്ന് തന്നെ അറിയണം. ബുദ്ധിയുടെ ശരീരത്തിന്റെ ചലനങ്ങളോടുകൂടിയിരിക്കുന്ന ആ ജീവഭാവത്തിലല്ല അറിയേണ്ടത്, പരമാത്മഭാവത്തിൽ അറിയണം. ഏവം കൃഷ്ണഹ്യസൂസ്യന വസ്തുരൂപേണ ഗൃഹ്യമാണ് ഭൂതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ എന്താണ്? അകൃഷ്ണവിത്ത്. ഇവിടെ അവൻ കൃഷ്ണവിത്താവുന്നു, പൂർണ്ണത്തെ അറിയുന്നു. തന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നതാണ് ആ പൂർണ്ണമായ അറിവെന്ന് പറയുന്നത്. കൃഷ്ണഹ്യസോ സ്വേന വസ്തുരൂപേണ, തന്റെ വസ്തുരൂപത്തിൽ, തന്റെ പരമാർത്ഥ രൂപത്തിൽ ഗൃഹ്യമാണ് ഭൗതി, തന്നെ ഗ്രഹിക്കുന്നു. എങ്ങനെ? കസ്മാത് കൃഷ്ണ ഇത്യാശങ്കാഹ. എങ്ങനെ ഇത് രണ്ട് സംഭവിക്കുന്നു? ഒന്ന് പറയുന്നു അപൂർണമായി അറിയുന്നു, അത് കാണുന്നവനും കേൾക്കുന്നവനുമായിട്ട്. അതുകൊണ്ടത് പൂർണ്ണതയിൽ അറിയുന്നു, താൻ പൂർണ്ണനാണ്. എന്നാൽ
താൻ തന്നെ ഈ ഉപാധികളിലൂടെ പരിച്ഛിന്നനായി തന്നെ അറിയുന്നു. അപ്പോൾ അത് അപൂർണമായി. അപൂർണ ദർശനം, മറ്റൊന്ന് പൂർണ്ണ ദർശനം. ഒന്ന് സത്യദർശനം, മറ്റൊന്ന് അസത്യദർശനം. ആ സത്യദർശനം എങ്ങനെ അത് പറയുന്നു? അത്ര അസ്മിൻ ആത്മനി യസ്മാൻ നിരുപാധികേ ജലസൂര്യപ്രതിബിംബ ഭേദ ഇവ ആദിത്യേ പ്രാണാദിപാധികൃത വിശേഷാഃ പ്രാണാദി കർമ്മജ നാം അഭിധേയ യഥോക്ത ഏതേ ഏകം അഭിന്നതാം ഭവന്തി പ്രതിപദ്യന്തേ. ആ പൂർണ്ണത എങ്ങനെയാണ് പറയുന്നത്? അസ്മിൻ ആത്മനി നിരുപാധികേ. വാസ്തവത്തിൽ നിരുപാധികമാണ്. സ്വസ്വരൂപത്തിൽ ഈ ബുദ്ധിയില്ല, പ്രാണനില്ല, ഈ ശരീരമില്ല. ഇതെല്ലാം ആ ചൈതന്യത്തിന് പ്രകടമാകുന്നതിനുള്ള കേവല ഉപാധികളാണ്. ഈ ഉപാധികൾ പരമാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നില്ല. പറയുന്നു അവിദ്യ കൊണ്ടുള്ള ആവിദ്യകമായ ഒരു സംബന്ധം. അതുകൊണ്ടാണ് ഇതവിടെ നിലനിൽക്കുന്നത്. അതിൽ കവിഞ്ഞതിനൊരു നിലനിൽക്കൽ. ശരീര താതാത്മ്യം കൊണ്ട് ശരീരം നിലനിൽക്കുന്നു. ബുദ്ധി താതാത്മ്യം കൊണ്ട് ബുദ്ധി നിലനിൽക്കുന്നു. അപ്പോൾ നിരുപാധികതയിൽ ഇങ്ങനെയുള്ളൂ ഇതിന്റെ നിലനിൽപ്പ്. ഉദാഹരണം സുഷുപ്തിയാണ്. അവിടെ ഈ ശരീര താതാത്മ്യമില്ല. അതുകൊണ്ട് ഇതിന്റെ നിലനിൽപ്പ് അവിടെയില്ല. ആർക്കും അറിയാൻ കഴിയുന്നില്ല ശരീര സാന്നിധ്യത്തെ. അവിടെ ബുദ്ധിയുടെ സാന്നിധ്യത്തെ അവിടെ അറിയാൻ കഴിയുന്നില്ല. കേവലമായ സ്വരൂപസ്ഥിതി. അസ്വരൂപസ്ഥിതിയാണ് നിരുപാധികം. ഇവിടെ അങ്ങനെയല്ല. ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നു. ശരീര താതാത്മ്യം, ബുദ്ധി താതാത്മ്യം അത് സംഭവിക്കുന്നു. നിരുപാധികെ ജലസൂര്യ പ്രതിബിംബ ഭേദായവ. ജലത്തിൽ കാണുന്ന സൂര്യപ്രതിബിംബങ്ങളെപ്പോലെ ആദിത്യനിലുണ്ടോ? ആ ഭേദമില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ അനുഭവപ്പെടുന്നു. പ്രാണാദിപാധികൃത വിശേഷാഃ. അവിടെ ജലം കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണാടി കൊണ്ടാണ്. ഇവിടെ പ്രാണൻ, ശരീരം, മനസ്സ്, ഈ ഉപാധികളെ കൊണ്ട് ഈ ഭേദമുണ്ടാകുന്നു. പ്രാണാദി കർമ്മജ നാമ അഭിധേയ യഥോക്ത. അത് മുമ്പ് പറഞ്ഞു അതിനെക്കുറിച്ച്. ഈ പ്രാണന വ്യാപാരം ചെയ്യുന്നവൻ, ദർശന വ്യാപാരം ചെയ്യുന്നവൻ, സ്പർശനം വ്യാപാരം ചെയ്യുന്നവൻ, അങ്ങനെ ഓരോ പേരോടുകൂടി ഏക അഭിന്നതാം ഭവന്തി പ്രതിപദ്യന്തി. ഇതെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ ഒരിടത്തേക്ക് ഭവിക്കുന്നു, തന്നിലേക്ക് ഭവിക്കുന്നു. തന്നിൽ നിന്ന് തന്നെ ഇത് പലതായി പല ഭാവത്തിൽ വരുന്നു. കാണുന്നവനും കേൾക്കുന്നവനും ഈ തരത്തിൽ. പിന്നീട് തിരിച്ച് തന്നെ തന്നെ ഏകീഭവിക്കുന്നു. അപ്പൊ അവിടെ തന്നിലേക്ക് ഏകീഭവിക്കുമ്പോൾ അവിടെ കൃഷ്ണബോധം, നാനാത്വത്തിലേക്ക് പോകുമ്പോൾ ആ കൃഷ്ണബോധം. കൃഷ്ണബോധം പൂർണ്ണം, മറ്റേത് അപൂർണത. ആ കൃഷ്ണബോധത്തിന് വേണ്ടി പറയുന്നു ആത്മീയത്വമുപാസീത. ആത്മാവെന്നറിയുക. ആത്മാവ് എന്നറിയുക. ആത്മാവെന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ ആത്മാവെന്നറിയുക ഉപദേശിച്ചിട്ടെന്താ പ്രയോജനം? താനെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബോധം താൻ ഈ ശരീരത്തിലേക്ക് പോകും. ശരീരസംബന്ധിയായി വരും ആ ബോധം. അതുകൊണ്ടെന്താ വിശേഷം? അതിന് ശ്രുതിയാണ് പറയുന്നത്. ശ്രുതിയുടെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ കേവലം കൽപ്പന, ഭാവനയിലൂടെ ശ്രുതി വ്യാഖ്യാനിക്കാൻ പാടില്ല. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെ ആശ്രയിക്കാതിരിക്കുകയാണെങ്കിൽ സ്വന്തം കൽപ്പനയ്ക്കും ഭാവനയ്ക്കും അനുസരിച്ച് എന്ത് വേണോ പറയാം. ഇവിടെ അത് കഴിയില്ല.
ഇവിടെ ശ്രുതിയുടെ അർത്ഥം ശ്രുതി ഇന്നതാണ് ബോധിപ്പിക്കുന്നത്. ശ്രുതിയുടെ താല്പര്യം ഇന്നതായിരിക്കണം എന്ന് നിർണയിക്കണമെങ്കിൽ അതിന്റെ നിശ്ചിതമായ നിയമങ്ങൾ സ്വീകരിച്ചേ പറ്റും. അങ്ങനെയാണെങ്കിൽ ആത്മീയത്യോപാസീത എന്ന് പറയുന്നതിന് എന്താർത്ഥം പറയും? എന്താണ് അതിന്റെ താല്പര്യം? ആത്മാവിനെ അറിയുകയെന്നാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഉപാസീത, ആസീത, ആസീത, ഉപ എന്നുള്ള ഉപസർഗം അവിടെ ചേർന്നിട്ടുണ്ട്. ആസീത എന്ന് പറഞ്ഞു. ഇതിന്റെ എന്താ താല്പര്യം? ആത്മീയത്യോപാസീത ഇത് പറയുന്നത് പ്രത്യേക ഒരു ഭാഷയിലാണ്. ഈ ഭാഷ കുറിച്ച് പരിചയമില്ലാത്ത ഒരാളോട് ഈ ഭാഷയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അയാളെന്താ ആഗ്രഹിക്കുന്നത്? വിശേഷമൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. കേവലം ഒരു ശബ്ദജ്ഞാനം മാത്രം. കേവല ശബ്ദജ്ഞാനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് ആ ഭാഷയെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ കേവല ശബ്ദജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടുകൂടെ പറയും എന്താണ്? പദാർത്ഥ സംഗതി കുറിച്ച് ബോധമുള്ളവന് മാത്രമേ പദാർത്ഥ വാക്യാർത്ഥ ബോധങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പദത്തിന്റെ അർത്ഥബോധം, വാക്യത്തിന്റെ അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ശ്രവണത്തിന്റെ പ്രാധാന്യം അത് തന്നെ. ശ്രവിക്കുമ്പോൾ കേൾക്കുന്നവന് ആ വാക്യാർത്ഥബോധം ഉണ്ടാവണം. ഇന്നതാണ് എന്ന് കൃത്യമായ ബോധം ഉണ്ടാവണം. അതിന് ഭാഷാജ്ഞാനം കൂടിയേ തീരും. അദ്വൈത രീതി അനുസരിച്ച് പറയുക. ഇവിടെ പറയുന്നത് ഒരു കാര്യം എന്താണോ, ഈ ആത്മബോധം ശ്രുതിവാക്യ ശ്രവണം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും ആ ശ്രുതിവാക്യ ശ്രവണം ഉണ്ടായാലും അതിന് യോഗ്യതയുള്ളവരെ ഉണ്ടാകത്തുള്ളൂ. ആ യോഗ്യതയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന എന്താണോ, ആ പദാർത്ഥ സംബന്ധജ്ഞാനം. കേൾക്കുന്ന ശബ്ദാർത്ഥത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം, അല്ല ആ സംസ്കാരം, ചിത്തസംസ്കാരം അതിന് വേണം. പദാർത്ഥ സംഗതി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആ ഭാഷയെക്കുറിച്ച് അവന് ശരിയായ അറിവുണ്ടെങ്കിലേ ശരിയായ ബോധം ഉണ്ടാകത്തുള്ളൂ. ഏത് ഭാഷയിലാണോ പറയുന്നത്. അപ്പോൾ ശ്രവണത്തിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നവന് ആ ബോധത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി മനന നിധ്യാസനങ്ങളെല്ലാം. അതിൽ നിന്ന് സാധിക്കുന്ന ആ ബോധത്തിന്റെ ദൃഢതയാണ് ശ്രവണമന്ന നിധ്യാസനം കൊണ്ടുള്ളത് സാധിക്കുന്നു. അപ്പോൾ പ്രഥമമായി വരുന്നത് ആ ശ്രവണമാണ്. ആത്മീയത്യോപാസീത എന്നുള്ളൊരു വാക്യം, ആ വാക്യത്തെ പദാർത്ഥ സംഗതി ജ്ഞാനം ഉള്ള ഒരാള് കേൾക്കുന്നു. അയാൾക്ക് ബോധമുണ്ടാകുന്നു. അടുത്ത് പറയാ, ശ്രവണം കൊണ്ട് തന്നെ ബോധമുണ്ടാവും. അത് മറ്റൊന്നിന്റെ ആവശ്യമില്ല.
പക്ഷെ യോഗ്യത വേണം. ആ പല യോഗ്യതകളിലും ഒന്നായ ഈ പദപദാർത്ഥജ്ഞാന യോഗ്യതയും വേണം. എന്തിനു വേണ്ടി? അദ്വൈത ബോധം ഉണ്ടാകുന്നതിന്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും, ആധ്യാത്മികമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇതൊക്കെ ആവശ്യമുണ്ട്. പദപദാർത്ഥജ്ഞാനം, ശ്രുതിയുടെ ശ്രവണം, പദപദാർത്ഥജ്ഞാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? സാങ്കം വേദാധ്യയനം ചെയ്താലേ പറ്റും. പദാർത്ഥജ്ഞാനമാണ്. എന്തെങ്കിലും പദപദാർത്ഥജ്ഞാനം പോരാ. ഭാഷാപാണ്ഡിത്യം ഉണ്ടായാലും പോരാ. കാരണം ഇത് ശ്രുതിവാക്യമാണ്. സാങ്കം അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്യുക, വേദാന്ത ശ്രവണം ചെയ്യുക, തത്വജ്ഞാനം ഉണ്ടാക്കുക. പെട്ടെന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും, എത്രയും മഹാത്മാക്കളോട് ഇതൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് ബോധമുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? സംഘം വേദാധ്യയനം ചെയ്യുന്നു. അപ്പോൾ അതിന് പദപദാർത്ഥജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ ഈ ശാസ്ത്രമൊക്കെ തലയിൽ കയറ്റണം എന്ന് ചോദിക്കും. മഹാത്മാക്കളുടെ ഉദാഹരണം പറയും. ഇതൊന്നുമില്ലാതെ തന്നെ ബോധമുണ്ടായി. ഈ ചോദിക്കുന്നവനും മഹാത്മാവാണെങ്കിൽ പിന്നെ ഇവിടെ ചോദ്യമില്ല. അത് ശരിയാണ്, മഹാത്മാവിന്റെ കാര്യം ശരിയാണ്. ഇതൊന്നും കൂടാതെ തന്നെ ബോധമുണ്ടായി. പക്ഷെ താൻ മഹാത്മാവാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. താൻ മഹാത്മാവാണെങ്കിൽ തനിക്ക് ഇത്തരം ഒരു സംശയമേ വരത്തില്ല. താനതിന് അർഹനാണെങ്കിൽ, ഇതൊന്നും കൂടാതെ തന്നെ ആ ബോധം ഉണ്ടാകുന്നതിന് അർഹനാണെങ്കിൽ. മഹാത്മാവല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. എന്നുവെച്ചാൽ ആ യോഗ്യത, അങ്ങനെ മഹാത്മാവെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചാരെങ്കിലും യോഗ്യതയുടെ വ്യത്യാസം, ചിത്തശുദ്ധി, മനസ്സിന്റെ ഏകാഗ്രത തുടങ്ങിയ യോഗ്യത, ആ വ്യത്യാസമനുസരിച്ച് മഹാത്മാക്കളും മഹാത്മാക്കളല്ലാത്തവരുമുണ്ട്. അവർക്ക് അദ്വൈത ബോധം, അതിന് എന്തെങ്കിലും ബോധം പോരാ. അതുകൊണ്ട് ആ അദ്വൈത ബോധം ഉണ്ടാകുന്നതിന്, അതും എങ്ങനെയുള്ള അദ്വൈത ബോധം? ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള അദ്വൈത ബോധം. അതുണ്ടാകുന്നതിന് ആത്മീയത്യേവ ഉപാസീത, ശ്രുതി ആശ്രയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ മഹാത്മാവാകുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മഹാത്മാവാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം പൂർവ്വജന്മത്തിലെ ഞാൻ സമ്പാദിച്ചിട്ട് വന്നു. ഈ ജന്മത്തിൽ ജന്മനാ തന്നെ എനിക്ക് ഈ ബോധത്തോടുകൂടി വന്നു. അപ്പോൾ എനിക്ക് ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊന്നുള്ളതല്ല ഒരു സാധനയുടെ ആവശ്യം വേണ്ടി വരുന്നു. അപ്പോൾ അത്തരക്കാർ ഇതിനൊക്കെ അപ്പുറം, അവരുദ്ദേശിച്ചല്ല പറയുന്നു. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ ഉദ്ദേശിച്ചു. ശാസ്ത്രബോധം ഉണ്ടായിട്ടും ബോധം ഉണ്ടാകാത്തവരെ കുറിച്ച്. അപ്പൊ അവിടെ ഇത് ചിന്തിക്കേണ്ടി വരും. പദപദാർത്ഥ സംഗതി എന്താണ്?
ഇതിൽ നിന്ന് ഏത് തരത്തിലാണ് ബോധം ഉണ്ടാകേണ്ടത് എന്നർത്ഥം. അതിനുവേണ്ടിയിട്ടാണ് വ്യാഖ്യാനം, ഭാഷ്യം, വിശദീകരണം, ടീക, ടിപ്പണി എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ആ പദപദാർത്ഥ സംഗതിക്ക് വേണ്ടിയിട്ടാണ്. ആത്മോത്തേവോപാസിത എന്ന് വരുന്ന ഒരു വാക്യം, ആ വാക്യത്തിന്റെ താല്പര്യം എന്താണെന്ന് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെ മനസ്സിലാക്കും. അറിഞ്ഞവർ വ്യാഖ്യാനിക്കും. ഭാഷ്യകാരൻ അതിന്റെ താല്പര്യത്തെ അറിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഭാഷാന്തര വിശദീകരണങ്ങൾ, ആ ഭാഷയിലുള്ള വിശദീകരണങ്ങൾ, അന്യഭാഷയിലുള്ള വിശദീകരണങ്ങൾ, മറ്റു ഭാഷകളുടെ മാധ്യമത്തിലൂടെ എല്ലാം മനസ്സിലാക്കുന്നു. ആത്മീയത്യോപാസിത എന്ന് പറയുന്ന ഭാഷ അറിയുന്നവനും ആ ഭാഷ അറിയാത്തവനും എല്ലാം ഗ്രഹിക്കുന്നു. അതിനെ ഭാഷാന്തരത്തിലൂടെ, വിവർത്തനത്തിലൂടെ ഗ്രഹിക്കുന്നു. ഏത് തരത്തിലായാലും ശരി, താൻ കേൾക്കുന്ന സംസ്കൃതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷയാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, തനിക്ക് ഏതൊരു ഭാഷയിലാണോ പദപദാർത്ഥ സംബന്ധ ജ്ഞാനമുള്ളത് ആ ഭാഷയിലൂടെ ഗ്രഹിക്കും. സംസ്കൃതം തന്നെ വേണമെന്നില്ല, ഏത് ഭാഷയുമാണ്. പക്ഷെ ആ ഭാഷയിൽ ഉള്ള വാക്യത്തിന്റെ താല്പര്യം എന്താണെന്ന് നിയമപൂർവം അയാൾ മനസ്സിലാക്കിയിരിക്കും. എന്നാലും ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന തരത്തിലുള്ള അദ്വൈത ബോധം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ അദ്വൈത ബോധത്തിന്റെ വിശേഷത. മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ല, ജപമോ ധ്യാനമോ പോലെയൊന്നുമല്ല. എങ്ങനെ ആ ബോധം ഉണ്ടാകും എന്ന് പറയുന്നത് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അത് ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതിനുള്ള യോഗ്യതയില്ല, അത്രയേ ഉള്ളൂ. യോഗ്യത വേണമെന്ന് പറയും. ഞാൻ യോഗ്യതയിൽ അതിന്റെ പൂർണ്ണതയില്ലെങ്കിൽ ശ്രവണത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടാകാം എന്ന് പറയും. എല്ലാ യോഗ്യതകളും തികഞ്ഞതിന് ശേഷം അങ്ങനെയില്ല. ശ്രവണജന്യമായ ബോധത്തിന് ആ യോഗ്യതകളിൽ ന്യൂനത ഉണ്ടായാലും സംഭവിക്കാം. പക്ഷെ ഒന്ന് വേണം, എന്താണ്? ആ പദപദാർത്ഥ താല്പര്യത്തെ ഗ്രഹിക്കണം. പിന്നെ യോഗ്യതയിൽ വരുന്ന ന്യൂനത എന്ന് പറയുന്നത് എന്താണ്? രാഗാദി ദോഷങ്ങൾ. അത് ചിത്തത്തിലിരുന്നാലും ശരി ഈ പറയുന്ന ബോധം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈ ബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതി പാടില്ല. അതിന്റെ അളവ് കുറവായിരിക്കും. അതിനെക്കുറിച്ചടുത്ത് വിശദമായിട്ട് ഭാഷ്യകാരൻ ചർച്ച ചെയ്തിരുന്നു. ഈ ദോഷങ്ങൾ ഉണ്ടായേ തീരൂ എന്നല്ല പറയുന്നത്. പക്ഷെ അത്തരം ദോഷങ്ങൾ ഇരുന്നാൽ കൂടിയും ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമുണ്ട്. ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതിയിൽ ഒരു ദോഷം ഉണ്ടാകാതിരുന്നാൽ മതി. അല്ലാതെ ദോഷങ്ങൾ ഇരുന്നാലും ശരി, ഒന്നുണ്ടായാൽ എന്താണ്? ആ പദാർത്ഥ സംഗതി അതുണ്ടായാലും ആ സംഗതി ജ്ഞാനം പറയുന്നതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ കഴിവ്, അതിനു വേണ്ടുന്ന യോഗ്യതകൾ, ബുദ്ധിയുടെ ശുദ്ധിയോ ബുദ്ധിയുടെ ഏകാഗ്രതയോ അതുപോലുള്ള കാര്യം, ഇത് മതി ഒരുവന് ശ്രവണത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഭാഷ
ശ്രുതിയെ മനസ്സിലാക്കേണ്ട രീതി എന്താണ്, ആ രീതിയിൽ നിന്നെങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വിധികളെ കുറിച്ച് ചർച്ച ചെയ്യും. അമ്യത്തേവ ഉപാസിതേതി അപൂർവവിധി. ഇതൊരു അപൂർവവിധിയല്ല. സ്വർഗകാമോ അഗ്നിഹോത്രം ജുഹൂയാത്, ഇതാണ് അപൂർവവിധി. ഉപാസീത ഇത് വിധി വാക്യമാണ്. വിധിലിംഗം, ആശ്ചര്യലിംഗം, ഇതെല്ലാം വിധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലോട്ട്, ക്രിയാരൂപങ്ങൾ വിധിക്കാൻ വേണ്ടി, എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി. കുരു ചെയ്യൂ, കുര്യാത് ചെയ്യൂ, ക്രിയേത, ഇങ്ങനെയെല്ലാം പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ വിധിക്കുന്നതാണ്. ഉപാസീത, ഉപാസിക്കൂ എന്ന് പറഞ്ഞാൽ ധ്യാനിക്കൂ എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. ഇതെങ്ങനെ വിധിക്കുകയാണോ? എന്തുകൊണ്ടങ്ങനെ വിധിക്കേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് അറിയത്തില്ല. ആത്മാവിനെ ധ്യാനിക്കണമെന്ന് അറിയത്തില്ല. നമുക്ക് പരിചയമുള്ള എന്താണ്? വിഷയചിന്തകളാണ്. വിഷയത്തെ ധ്യാനിക്കും, ഇഷ്ടവിഷയങ്ങളെ ധ്യാനിക്കും, കാമവിഷയത്തെ ധ്യാനിക്കും, കാമ്യമായ വിഷയങ്ങളെ ധ്യാനിക്കും. ആത്മാവിനെ കുറിച്ചൊരു അറിവുമില്ല, ആത്മാവിനെ ധ്യാനിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇത് അത്യന്തം അപൂർവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രുതി വിധിക്കുന്നു. ഏതുപോലെ സ്വർഗത്തെ കാമിക്കുന്നവൻ അഗ്നിഹോത്രത്തെ ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ മുമ്പ് നമുക്ക് ഒരു തരത്തിലും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് തന്നെയാണ് അപൂർവ വിധി എന്ന് പറയുന്നത്. യാഗം ചെയ്യാൻ ആവശ്യപ്പെടുന്ന അപൂർവ വിധിയാണ് ശ്രുതി. ആത്മഹത്യവ ഉപാസീത, ആത്മാവിനെ തന്നെ ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണോ? ഇവിടെ ഇത് പൂർവപക്ഷം. ഉപാസീത എന്ന് പറയുന്നതിന് ധ്യാനിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. പൂർവപക്ഷമാണ്. സിദ്ധാന്തത്തിൽ ഉപാസീത എന്ന് പറഞ്ഞാൽ അറിയൂ എന്നാണ്. ആസീതേതി സ്വരൂപ അവസ്ഥാനം ഉച്യത്തെ. ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി, അതാണ്. കാരണം ആസീത എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആസീത അത്രാസ്യതാം, ഇരുന്നാലും ഇരിക്കുന്നതാണ്. ഇവിടെ എവിടെ ഇരിക്കുക? സ്വരൂപ അവസ്ഥാന, സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, ധ്യാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധ്യാനം എന്ന് പറയുന്ന അസംബന്ധം എന്നല്ല പറയുന്നത്. ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മബോധത്തെക്കുറിച്ച് ശ്രുതി പറയുമ്പോൾ ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി. എങ്ങനെയുള്ള സ്വസ്വരൂപസ്ഥിതി ഇവിടെ പറയുന്നു? സർവതോ വ്യവധാനാഭാവോപലക്ഷിതം പ്രത്യക്തത്വം ഉപസർഗലക്ഷ്യം ഉപ ആസീത. ഉപ എന്നുള്ളതിന് സമീപം എന്നാണ്. സമീപത്തിൽ ഇരിക്കുക എന്നാണ്. ആരുടെ സമീപത്തിൽ? തന്റെ സമീപത്തിൽ. താനാരാ തന്റെ സമീപത്തിലിരിക്കാൻ? താൻ ഈ കാണുകയും കേൾക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് താൻ. ഈ ശരീരത്തെ അറിയുന്നവനാണ് താൻ. അപ്പൊ തന്റെ സമീപത്തിലിരിക്കുക. അപ്പൊ തന്റെ സമീപത്തിൽ ആരാ? താൻ ഇതായി കഴിഞ്ഞ് ഇനി തന്റെ സമീപത്തിൽ ആരാണ്? താൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം, അതിന്റെ സമീപം എന്ന് പറയുന്നത് അതിനാധാരമായിരിക്കുന്നത്, അതിന് ചൈതന്യം പകരുന്നത്, അല്ലെങ്കിൽ അതിന് അധിഷ്ഠാനമായിരിക്കുന്നത്, അതാണ് അതിന്റെ സമീപം എന്ന് പറയുന്നത്. തന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം. അവിടെ ഇരിക്കുക എന്നാണ് സ്വരൂപാവസ്ഥാനം. അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റും? ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട്. ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പായി. വേറൊന്നുമില്ല. ഇവിടെ
അതാണ് ഉപാസീത. അപ്പം അത് ബോധമായി. ബോധിക്കുക, ഇരിക്കുക, അങ്ങനെ രണ്ട് കാര്യമില്ല. സ്വസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ സ്വസ്വരൂപസ്ഥിതിയായി, രണ്ടും ഒന്ന് തന്നെ. അവിടെ സ്ഥാനമെന്നോ ജ്ഞാനമോ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥവ്യത്യാസം വരുന്നില്ല. ഇതാണ് സിദ്ധാന്തം, സ്വരൂപസ്ഥിതി. പൂർവക്ഷി പറയുന്നത് അനുസരിച്ച് ഇത് ധ്യാനിക്കൂ എന്നാണ്. ആത്മീയത്തെ ഉപാസിക്കുക, ആത്മാവിനെ ധ്യാനിക്കൂ. ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൂ. ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തിയാകുമ്പോൾ അത് വിധിക്ക് അധീനമാകാം. നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ തന്നോടൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇരിക്കുക, നീ എഴുന്നേക്കൂ, നടക്കൂ. അത് ആ വിധിക്ക് അധീനമായിട്ടാണ് പിന്നെ പ്രവൃത്തി വരുന്നത്. ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്ന ക്രിയയെ അനുഷ്ഠിക്കൂ എന്നാണ്. ഇവിടെ ഭാഷ്യകാരൻ ഈ ശ്രുതിവാക്യത്തിൽ നിന്ന് അങ്ങനെ ഒരു വിധി അംഗീകരിക്കുന്നില്ല. ധ്യാനിക്കൂ. തത്വബോധത്തിന് അങ്ങനെ ഒരു വിധി, അതിനെ പിന്തുടർന്നു വരുന്ന ക്രിയ, അതിന്റെ അനുഷ്ഠാനം അത് ഉപകരിക്കുന്നില്ല എന്നാണ് തത്വബോധത്തിന്. ഉപാസീത എന്ന് കേൾക്കുക, എന്നോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ശ്രുതി പറയുന്നു ധ്യാനിക്കുക. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായൊരു ക്രിയയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്വസ്വരൂപത്തെ ധ്യാനിക്കുക. അവിടെ എന്തായി? വിധിയാൽ പ്രേരിതനായി ഒരാൾ മാനസികമായ ഒരനുഷ്ഠാനം ചെയ്യും. ആത്മബോധത്തിന് ഇതിന്റെ ആവശ്യമില്ലെന്ന് അദ്വൈതത്തിന് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതാണ് വാർത്തകാരൻ പറയും അപരായത്ത ബോധോഹി നിധിധ്യാസനം ഉച്ചതേ. അത് ഇനിയും നമ്മൾ വിശദീകരിക്കുന്ന മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്നത് ഒരു വിധിക്ക് വിധേയനായി ചെയ്യുന്ന മാനസിക ക്രിയയുടെ അനുഷ്ഠാനമല്ല. പരായത്വമല്ലാത്ത, പരാധീനമല്ലാത്ത ബോധം, അതാണ് അപരായത്വം. ഇവിടെ തന്നെ പറയുന്നു. അതാണ് നിധ്യാസനം. ശ്രവണത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു, പിന്നെ മനനം, പിന്നെ നിധ്യാസനം. ഇതിനെക്കുറിച്ച് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ വിശദീകരിക്കും. എന്നാലും നിധിധ്യാസനം എന്ന് പറയുന്നത് ബോധമാണ്. എന്നാൽ നിധിധ്യാസനം എന്ന് പറയുന്നത് മാനസിക ക്രിയയാണെന്ന് പറയുന്ന ആചാര്യന്മാരുമുണ്ട് അദ്വൈതത്തിൽ തന്നെ. അത് രണ്ടാമത് വരും, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അത് മുഖ്യ സിദ്ധാന്തമല്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമായ സിദ്ധാന്തം എന്താണ്, പ്രധാനമായ സിദ്ധാന്തം എന്താണ്. അങ്ങനെ ഉണ്ടല്ലോ. പ്രധാനമായ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ ഒന്ന് കുറച്ച് പിന്നെ അപ്രധാനമായ രീതിയിൽ മനസ്സിലാക്കുക. പറയുമല്ലോ, ആ കാര്യം എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല, പക്ഷെ അതിനെ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി. എന്നുവെച്ചാൽ മുഖ്യമായതെന്തോ അത് മനസ്സിലായില്ല. വിശദീകരിച്ചപ്പോൾ അതിന്റെ ആ സാരാംശത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു. അതിനെ മനസ്സിലാക്കത്തക്ക പാകത്തിലാക്കി.
മനസ്സിലാകത്തക്ക പാകത്തിലാകുമ്പോൾ പിന്നീട് വരുന്ന വിശദീകരണം തന്റെ മനസ്സിന്റെ പാകത്തിനനുസരിച്ചാണ്, വസ്തുതത്വത്തിനനുസരിച്ചല്ല. തത്വത്തെ പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശദീകരണത്തിലൂടെ ഗ്രഹിക്കുന്നത് പലപ്പോഴും ആ തത്വത്തിന്റെ തന്നെ ന്യൂനമായ അംശങ്ങളായിരിക്കും. അതുപോലെ ഇന്നതാണ് നിധ്യാസനം. അപര അനധീനമായ ബോധമാണ്, പരാധീനമായ ബോധമല്ല. ഇവർ വിധിക്ക് വിധേയമായ ഒരു പ്രവൃത്തിയിലൂടെ, കായികമോ മാനസികവുമായ പ്രവൃത്തിയിലൂടെ സാധിച്ചെടുക്കുന്ന ഒരു ബോധത്തെക്കുറിച്ചല്ല എന്നുള്ള മുഖ്യമായ സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ എത്തുന്നില്ലെങ്കിൽ പിന്നെ ധ്യാനിക്കുക. രണ്ടാമത് അത് ഉപാസനയെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ തത്വജ്ഞാനത്തിന് ശേഷം വരുന്ന ഉപാസന, ധ്യാനം, അതാവശ്യമുണ്ടോ ഇല്ലയോ അതെല്ലാം ഇനി ചർച്ച ചെയ്യുന്നു. സിദ്ധാന്തത്തിൽ എന്താണ്? അത് ജ്ഞാനമാണ്, ഉപാസന, മാനസിക ക്രിയയല്ല, ധ്യാനരൂപത്തിലുള്ള മാനസിക ക്രിയ അല്ല. അതാണ് ആ ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതിന് രണ്ടാമത് മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. ശ്രവണത്തിന്റെ പ്രാധാന്യം എന്താണ്? ശ്രവണം, ശ്രുതിവാക്യ ശ്രവണം, അവിടെ അത് പ്രമാണജന്യമാണെന്ന് പറയും. ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിയാജന്യമായി. രണ്ടും തമ്മിൽ വ്യത്യാസം. അതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് വസ്തുതന്ത്രം, മറ്റൊന്ന് കർത്തൃതന്ത്രം. മുമ്പിൽ കണ്ണു തുറക്കുന്നു, മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നു. ഇത് പ്രമാണാധീനമാണ്. അതുകൊണ്ട് കണ്ണു ഒരു പ്രമാണമാണ്, വസ്തുവിനെ അറിയിച്ചു തരുന്ന പ്രമാണമാണ്. കണ്ണു തുറന്നാൽ കാണുന്നു, കണ്ടേ മതിയാകും. ക്രിയാസാധ്യമല്ല. ഇവിടെ ആരെങ്കിലും വിധിക്കുന്നില്ല. കണ്ണു തുറന്നു കാണുന്നു, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ഇവിടെ മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. കണ്ണു തുറക്കുമ്പോൾ സ്വാഭാവികമായി എന്താണോ സംഭവിക്കുന്നത് അതിനപ്പുറം ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഇവിടെ ഇല്ല. കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിന്റെ സ്വഭാവമാണ്. മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ബോധിപ്പിക്കുക. ഇതിനാണ് പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. ധ്യാനം അങ്ങനെയല്ല. വിധിച്ചു ഉന്നി ചെയ്യണം, കണ്ണടച്ച് മസിൽ പിടിച്ച് അഭ്യസിക്കുകയാണ്. മനസ്സുകൊണ്ട് ക്രിയയാണ്. കണ്ണു തുറന്നപ്പോൾ കണ്ടതുപോലെയല്ല, അഭ്യാസമാണ് അവിടെ. അദ്വൈത മതമനുസരിച്ച് ആത്മബോധം അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. മറിച്ചിങ്ങനെ ശ്രുതിവാക്യത്തിൽ നിന്നുണ്ടാകുന്നു, ശ്രവണത്തിൽ നിന്ന്. എന്തുകൊണ്ട്? ശബ്ദം പ്രമാണമാണ്. നമ്മളെങ്ങനെയാണോ കണ്ടിട്ടറിയുന്നത് അതുപോലെ തന്നെ കേട്ടിട്ടറിയുന്നത്. കേട്ടാ അറിഞ്ഞേ പറ്റൂ, അറിയാതിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി പിന്നീട് മാനസികമായ പ്രത്യേക അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. അതിനാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പ്രസിദ്ധമായ ഉദാഹരണം ദശമസ്ത്വമസി. ത്വമസി ദശമ കേട്ട് ബോധമുണ്ടാകുന്നു. അവിടെ എന്താണ്? ഞാൻ ദശമനാണെന്ന് ധ്യാനിക്കണം. എന്താ? ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. അത് തന്നെ ഇവിടെ ഉദാഹരണമായിട്ട് പറയും. എന്താ? ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആരെങ്കിലും ധ്യാനിച്ചിട്ടാണോ? ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി ധ്യാനിച്ചാൽ നടക്കുമോ? വെളിച്ചം വരുന്നു, വസ്തുവിനെ കാണുന്നു. കണ്ണിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനും കുഴപ്പമൊന്നുമില്ല. അവിടെ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. അപ്പൊ ശ്രുതിക്ക് അതിനുള്ള ശേഷിയുണ്ട്. എന്താ അതിന്റെ ശേഷി? കാരണം അത് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന വാക്യം, സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന വാക്യം. ദശമസ്തമസി, അവിടെ ആ സത്യം ആപേക്ഷികമാണ്. പക്ഷെ ആപേക്ഷികമായ ആ സത്യത്തെ ആ വാക്യം ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അത് ശ്രവണമാത്രയിൽ അത് ബോധ്യപ്പെടുന്നു. പക്ഷേ കേൾക്കുന്നവന് ആ ഭാഷ അറിയില്ലെങ്കിൽ ദശമസ്തമസി, സംസ്കൃതം അറിയാത്തവനോട് പറഞ്ഞാൽ ബോധമുണ്ടാകുമോ? ആ ശ്രുതിയുടെ ബോധം എന്ന് പറഞ്ഞാൽ കേവലം ശബ്ദശ്രവണമല്ല. ശബ്ദശ്രവണം കൊണ്ട് അത് സാധ്യമല്ല. മറിച്ച് പദാർത്ഥ സംഗതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധി അവനിലുണ്ടായിരിക്കും. അവിടെയാണ് യോഗ്യതയുടെ ആവശ്യം വരുന്നത്. ദശമസ്തമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ബോധം, ആ ഒരു ശേഷി ബുദ്ധിക്ക് അതുള്ളവൻ ഉടൻ ഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്ന ഈ ആത്മബോധം പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇതൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. പ്രമാണജന്യമായതുകൊണ്ട് വാക്യം ശ്രവിക്കുന്ന സമയത്ത് ആ ബോധം ഉണ്ടാകുന്നു. ഇതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. അത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഒരു ബോധം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം ആ പദാർത്ഥ സംഗതിയില്ല, അതിനുള്ള യോഗ്യത അതിൽ വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് ശ്രവണമായില്ല, കേവലം ശബ്ദജ്ഞാനം. അവിടെ ശബ്ദജ്ഞാനമേ ഉണ്ടായുള്ളൂ, ശബ്ദജ്ഞാനം ഉണ്ടായില്ല. ശബ്ദജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകേണ്ട അതുണ്ടായില്ല. നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ എന്തുണ്ടാകുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കും, അത്രയേ ഉള്ളൂ. ആ ശബ്ദത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും. ഇതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത, അദ്വൈതത്തിന്റെ മാത്രം ഒരു പ്രത്യേകത, മറ്റൊരു ശാസ്ത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത. ശബ്ദം കൊണ്ട് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ ശബ്ദം കൊണ്ട് അങ്ങനെ ബോധിപ്പിച്ചാലും ശബ്ദം കൊണ്ടറിയുന്നത് അത് പരോക്ഷമായല്ലേ ഇരിക്കൂ, അതെങ്ങനെ അപരോക്ഷമാകും? അങ്ങനെ സംശയം വരും. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള ബോധമുണ്ട്, അതൊരു ബുദ്ധിയുടെ തലത്തിലുള്ള ബോധമാണ്, പരോക്ഷമായ ബോധമാണ്. എന്താ ആനയെക്കുറിച്ച് പ്രത്യക്ഷം ജ്ഞാനം ഉണ്ടാവും. ശബ്ദത്തിന് എവിടെയാ കഴിവ്? ഒരു വസ്തുവിനെ പ്രത്യക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിനുള്ള കഴിവ്. ശബ്ദം കൊണ്ട് അതിന് കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ പറയുന്നതാണ്, ഇത് ഗ്രന്ഥത്തിൽ നിന്നുണ്ടാകത്തില്ല, ഗ്രന്ഥം പിഴിഞ്ഞാൽ ഈ ബോധം ഉണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. പുസ്തകം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് ശബ്ദം പ്രമാണമാണ്, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ ഈ പറയുന്നതും ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം എന്നെല്ലാം പറയുന്നു. ആ ശബ്ദജ്ഞാനം നിഷേധിക്കുന്നുണ്ട്. ഇവിടെ നാരദൻ തന്നെ പറയുന്നത് എന്താണ്? ഞാൻ മന്ത്രകർത്താവാണ്, കേവലം ശബ്ദത്തെ എനിക്കറിയാവൂ, അർത്ഥത്തെ അറിയില്ല എന്ന് പറയും. മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ആ ശബ്ദം കൊണ്ടെങ്ങനെ? ഒരു ശബ്ദം അപരോക്ഷമായ വസ്തുവിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അപരോക്ഷ ജ്ഞാനമുണ്ടാകും. മുമ്പിൽ നിൽക്കുന്ന ആനയാണ്, ഒരാൾക്ക് അത് അറിയത്തില്ല ആനയാണ്. അപ്പോൾ ബോധിപ്പിക്കുകയാണ്, ഇതാണ് ആന
അയാൾ പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിച്ച വസ്തു തന്നെ. പക്ഷെ ആ ഉപദേശം കൊണ്ട് അയാൾക്കവിടെ ആ ജ്ഞാനത്തിന്റെ അപരോക്ഷത ഉണ്ടാവും. എന്ന് വെച്ചാൽ മുമ്പ് അയാൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, കേട്ടു, മനസ്സിലാക്കി. പക്ഷെ ഒരിക്കലും അത് പലതരത്തിലും അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലായി. കേട്ടറിവിന്ന് പോരായ്മയുണ്ടല്ലോ. പക്ഷെ ഇപ്പോ മുമ്പ് കണ്ടപ്പോഴും അതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. താൻ ഇതുവരെ കേട്ടറിഞ്ഞതാണോ ഈ മുമ്പ് വഹിക്കുന്നത്? അവിടെ ഉപദേശം വരുന്നു. ഇതിനേക്കാൾ സ്പഷ്ടമാണ് ആത്മാവിന്റെ കാര്യത്തിൽ. എന്തുകൊണ്ട്? ആത്മാവ് നിത്യാപരോക്ഷമായ വസ്തുവാണ്. ദശമസ്ത്വമസി, ദശമൻ തനിക്ക് അപരോക്ഷനായ ഒന്നാണ്, പരോക്ഷമായ ഒന്നാണ്. അത് താൻ തന്നെയാണ്. അപ്പോൾ താൻ തന്നെയായിരിക്കുന്ന ഒന്നിനെ കുറിച്ച് ത്വമസി, നീയാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ ബോധിക്കുന്നു. ശബ്ദം കൊണ്ട് അപരോക്ഷമായി തന്നെ അറിയുന്നു. എന്താ അവിടെ ബോധം ഉണ്ടാകാതിരിക്കുമോ? അവിടെ എന്തുകൊണ്ടുണ്ടായി? ശബ്ദം കൊണ്ടല്ലേ. അതുകൊണ്ടാണ് ദശമസ്തമസിയുടെ ഉദാഹരണം പറയുന്നത്. അതുപോലെ ഇവിടെ സ്വസ്വരൂപം അത് അത്യന്തം അജ്ഞേയമായ ഒന്നല്ല. സർവബുദ്ധിവൃത്തികളിലൂടെയും ആ സ്വരൂപത്തിന്റെ അപരോക്ഷതയാണ് പ്രകാശിക്കുന്നത്. അതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുമ്പോൾ അത് സ്വയം അപരോക്ഷമായതുകൊണ്ട് ആ ശബ്ദത്തിന് ആണെന്ന് പറഞ്ഞത്, ആ ശബ്ദം സത്യത്തെ ബോധിപ്പിക്കുന്നു. ദശമുസ്തമസി പോലെ ആ ശബ്ദത്തിന് ബോധിപ്പിക്കാൻ പറ്റും. അതാണ് ശബ്ദം എന്ന് പറയുന്ന പ്രമാണം കൊണ്ട് സ്വരൂപത്തിന്റെ ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ശ്രുതി ശ്രവണത്തിന് പ്രാധാന്യം വരുന്ന അതുകൊണ്ടാണ്. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ധ്യാനിച്ചിട്ടെന്താ കാര്യം? ഈ വിഷയത്തെ സംബന്ധിച്ച് പൂർവപക്ഷങ്ങളിൽ സമാധാനങ്ങൾ ഇനിയും വരും. അത് ഭാഷ്യകാരൻ തന്നെ സമാധാനം വരും. പക്ഷെ ഇതിനെ ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആത്മീയത്തെ ഉപാസിതേതി അപൂർവവിധി. ഇത് അപൂർവമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതല്ല. സ്വർഗത്തിനു വേണ്ടി യാഗത്തെ നിർദ്ദേശിക്കുന്നത് പോലെ നിർദ്ദേശിക്കുകയല്ല. ഉപാസിക്കുക എന്ന് പറയുന്ന ധ്യാനം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല. ഇവിടെ സ്വരൂപസ്ഥിതി അതാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ മീമാംസര് 3 തരത്തിൽ പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ പലപ്പോഴും അത് പരാമർശിച്ചിട്ടുണ്ട്. അപൂർവവിധി, നിയമവിധി, പരിസംഖ്യാവിധി എന്ന് 3 തരത്തിൽ പറയുന്നു. അതിന് ഇത് അപൂർവവിധിയല്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? പക്ഷേ പ്രാപ്തത്വ, ഇത് പ്രാപ്തമാണിത്. പക്ഷേ പ്രാപ്തത്വ എന്ന് പറയുന്നതിന് ഈ ഭാഷ്യത്തിന്റെ അവസാന ഭാഗത്ത് ഭാഷ്യകാരൻ വിശദീകരിക്കും. അതുകൊണ്ട് ഇവിടെ അതിന് വീണ്ടും വിശദീകരിക്കുന്നില്ല. അത് മുമ്പോട്ടൊരു വിശദീകരിക്കും. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇത് അപൂർവവിധിയല്ല. എന്നുവെച്ചാൽ സ്വർഗത്തിനു വേണ്ടി യാഗത്തെ വിധിക്കുന്നത് പോലെ ഒരു ക്രിയയെ, ഒരു കർമ്മത്തെ, ഒരു പ്രവൃത്തിയെ ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല. ധ്യാനത്തെ വിധിക്കുന്നതല്ല. ഇത് പ്രാപ്തമാണ്. ഇതെന്തുകൊണ്ട് അപൂർവവിധിയല്ല അത് വിശദീകരിക്കുന്നു. പക്ഷേ പ്രാപ്തത്വം എന്നുള്ള കൂടുതൽ വിശദീകരിക്കുന്നു. യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മീയതി യോയം വിജ്ഞാനമയ ദിവ്യം ആദി ആത്മപ്രതിപാദന പരാഭി ശ്രുതിഭി ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം. ശ്രുതി ഇത് ശ്രവണത്തെക്കുറിച്ച് പറയണം. ശ്രുതി പറയുന്നു യസ് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷം എന്ന് വെച്ചാൽ അപരോക്ഷം.
സാക്ഷാത്തായി പ്രകാശിക്കുന്നത്. സാക്ഷാത്തായി സ്വസ്വരൂപം പ്രകാശിക്കുകയാണ്. പക്ഷെ അതിന് അങ്ങനെ സാക്ഷാത്തായി പ്രകാശിക്കുമ്പോൾ അത് ഉപാധികളെ ആശ്രയിക്കും. നേരത്തെ പറഞ്ഞുള്ള പ്രതിബിംബം, ആ പ്രതിബിംബത്തെ പോലുള്ള ഉപാധികൾ, മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അത് ആശ്രയിക്കും. അങ്ങനെയെല്ലാം ആശ്രയിച്ച് പ്രകാശിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇതിനെയൊന്നും ആശ്രയിക്കാതെ അത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് ബ്രഹ്മത്തെ, സ്വസ്വരൂപത്തെ, ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവന്, മുമ്പ് പറഞ്ഞ പദപദാർത്ഥ സംഗതിയുള്ളവന് ബോധിക്കുന്നു തന്റെ സ്വരൂപം അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അന്യാനപേക്ഷമാണ്, അന്യാനപേക്ഷ സംസിദ്ധമാണ് എന്ന് ബോധിക്കുന്നു. കഥമാത്മേതി, അവിടെ ഈ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ബുദ്ധിവൃത്തികളുണ്ട്, അതിലൂടെ ജ്ഞാനമുണ്ട്, വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാണനുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നൊരു ജീവഭാവമുണ്ട്. ഇതിലേതാണ് ആത്മാ? ബൃഹദാരണ്യത്തിൽ തന്നെ. എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നു ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് അപ്പുറമായി, സുഷുപ്തി എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറമായി ആ സ്വയം പ്രകാശിക്കുന്നവനായ സ്വസ്വരൂപ ചൈതന്യം, അതാണ് ആത്മാ എന്ന് വിശദീകരിക്കുമ്പോൾ അവന് ബോധമുണ്ടാകുമല്ലോ എന്താണ് ആത്മാവ്, തന്റെ സ്വരൂപം എന്താണ്. യോയം വിജ്ഞാനമയ, അടുത്ത് ഈ വിജ്ഞാനമയനായിരിക്കുന്നവനെന്ന് പറയുന്നു. വിജ്ഞാനമയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജ്ഞാനം അയം ഇതായി അനുഭവപ്പെടുന്ന, സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം, അതാണ് വിജ്ഞാനം. ഇതാണോ ആത്മാവ്, ഇതാണോ സ്വരൂപം. ഈ അറിയുന്ന നമ്മളുടെ അറിവിന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ, നമ്മൾ അറിഞ്ഞുവെന്ന് ധരിക്കുന്നതായ, അറിഞ്ഞുവെന്ന് സങ്കല്പിക്കുന്നതായ നമ്മുടെ ഈ ബോധം, അറിവ്, ഇതാണ് അല്ല. അതാണ് വിജ്ഞാനമയനെന്ന് പറഞ്ഞത്. ഇതല്ല. കാരണം ഇത് സൂര്യപ്രതിബിംബം പോലെയാണ് ഇതിനെ അറിയുന്നത്. പ്രതിബിംബമാണോ സൂര്യനല്ല. എന്നാൽ പ്രതിബിംബമല്ലേ അത്, സൂര്യനല്ല മറ്റെന്താണ് അത് തന്നെ എന്ന് പറയും പോലെയാണ്. ഈ ബുദ്ധിവൃത്തികളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷണികമായ വിജ്ഞാന സാക്ഷി, ഈ വിജ്ഞാനം ഈ ബുദ്ധിക്ക് നൽകുന്നവൻ, ആ അർത്ഥത്തിൽ ഈ വിജ്ഞാനത്തിൽ നിന്നും ഭിന്നനായ വിജ്ഞാനം, അതാണ് വിജ്ഞാനമയം. ഈ വിജ്ഞാനം നശിച്ചു പോകുന്നതല്ലേ. ബോധം വരുന്നു, സ്മൃതി വരുന്നു, ഇതാണ് ആത്മാവ്. അങ്ങനെ പിന്നെ ആത്മബോധം വന്നു കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ് ഈ പ്രഭാഷണമൊക്കെ കേട്ടിട്ട്, ആത്മബോധം വന്നിട്ട് പിന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും സ്വാമി? ശരിക്കും ചോദിച്ചാണ്. ഇതാരുടെ കാര്യം? തന്റെ കാര്യമാണോ സംശയിക്കുന്നു? എന്റെ കാര്യമല്ല, മറ്റാർക്കെങ്കിലും അവർ സഹിച്ചോളും. എന്തായാലും തനിക്ക് വല്ല സംശയമുണ്ടോ? ആത്മബോധം വന്നിട്ട് പിന്നീട് ബുദ്ധിഭ്രമം വരുമെന്നില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ അറിയില്ല. അപ്പോൾ ആ ബുദ്ധിവൃത്തികളല്ല. ബുദ്ധിവൃത്തികൾക്ക് എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, ചിലപ്പോൾ ഭ്രാന്തമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാകും. ആ ബുദ്ധിവൃത്തിക്ക് ചൈതന്യം പകരുന്ന യോയം വിജ്ഞാനമയൻ എന്ന് പറഞ്ഞു. ഇത്യവും മാതി ആത്മപ്രതിപാദന പരാഭീശ്രുതിഭി. ഇതെല്ലാം എന്താണ്? ഓരോ തരത്തിൽ, ഓരോ രീതിയിൽ, ആവർത്തിച്ച് പല രീതികളിലൂടെ
പല പ്രക്രിയകളിലൂടെ ആത്മതത്വത്തെ പ്രതിപാദിക്കുകയാണ് ശ്രുതി. ആത്മസ്വരൂപത്തെ അജ്ഞാന സംശയ ദോഷങ്ങൾ മാറ്റി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ ബോധനം അതൊരു വൃത്തിയാണ്. അതിനെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അത് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വൃത്തിയല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രയോജനമുണ്ട്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ഈ ദോഷങ്ങളെ മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നദി കടന്നാൽ പിന്നെ തോണിയെ തലയിലെടുക്കേണ്ട കാര്യമില്ല, ഉപകാരസ്മരണയുടെ പേരിൽ. പിന്നെ ബുദ്ധിവൃത്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബുദ്ധിക്ക് എന്ത് സംഭവിക്കുന്നു, അറിവിനെന്ത് സംഭവിക്കുന്നു, എന്തിനു വേണ്ടിയായി ഈ അറിവ്? ഇതൊരു ഭാരമായിട്ട് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടില്ല. ആത്മജ്ഞാനം എന്ന് പറയുന്ന ഭാരം, അതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന ആത്മജ്ഞാനങ്ങളാണ്. ശിഷ്യന്മാരുടെ ഭക്തന്മാരുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുന്ന ആത്മജ്ഞാനമാണ് ചുമന്നു നടക്കാൻ ഭാരമുള്ളത്. അത് പോയാൽ സങ്കടം വരും, വന്നില്ലെങ്കിൽ സങ്കടം വരും. അതല്ല ഇത്. ഇത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, സംശയയാദി ദോഷങ്ങളെ നശിപ്പിക്കുന്നു. എവിടെയുള്ള സ്വസ്വരൂപത്തിലുള്ള അതിനെക്കുറിച്ച് പിന്നീട് വേവലാതിപ്പെടേണ്ട ഒന്നല്ല. എന്ത് സംഭവിക്കും, നിലനിൽക്കുമോ, നശിക്കുമോ? അജ്ഞാനനാശത്തിൽ എന്താണ്? അത് തന്നെ സ്വരൂപാവസ്ഥാനം, സ്വരൂപസ്ഥിതി. അവിടെ ഒന്നിനെ കുറിച്ചുള്ള ചോദ്യമില്ല. പിന്നെയാണോ ഭ്രാന്തിനെ കുറിച്ച് ചോദ്യം വരുന്നത്. അവിടെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല. അതുകൊണ്ട് പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം തോന്നുന്നു. അതിന്റെ ആവശ്യം വരുന്നില്ല. ആ ആത്മബോധം, സ്വരൂപസ്ഥിതി രൂപത്തിലുള്ള ആത്മബോധം, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആത്മസ്വരൂപ വിജ്ഞാനം. അതുകൊണ്ട് വിജ്ഞാനേനൈവ തദ്വിഷയ അനാത്മാഭിമാന ബുദ്ധി, അനാത്മാഭിമാന ബുദ്ധി, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധി, കാരകാദി ക്രിയാഫല അധ്യാരോപണാത്മിക അവിദ്യ, ഏതൊരു അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ആരോപിക്കുന്നത്, തന്നിലതൊക്കെ ആരോപിക്കുന്നത്. ക്രിയ അധ്യാരോപണം, എനിക്ക് യാഗം ചെയ്യണം, എനിക്ക് ആത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം, ജപിച്ച് സാക്ഷാത്കരിക്കണം, മന്ത്രം ചെയ്ത് സാക്ഷാത്കരിക്കണം, പൂജിച്ച് സാക്ഷാത്കരിക്കണം, കർമ്മം ചെയ്ത് സാക്ഷാത്കരിക്കണം. തന്നിൽ ആരോപിക്കുന്ന ക്രിയാഫല അധ്യാരോപണാത്മിക അവിദ്യ നിവർത്തിത ആത്മബോധം കൊണ്ട്, യഥാർത്ഥ ബോധം കൊണ്ട് ആജ്ഞാനം അത് നിവർത്തിച്ചു. തസ്യാ നിവർത്തിതായ, അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാദിദോഷ അനുപത്തേഹി അനാത്മചിന്ത അനുപത്തിഹി. ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം, ഇത് പറയുന്നത് ബോധിക്കാത്തവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, ഇല്ലാത്ത ബോധത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, ഉള്ള ബോധത്തെക്കുറിച്ചാണ്. ആ ബോധം ഉണ്ടാകുന്നവന് ഇവിടെ ശ്രവണത്തിൽ നിന്നാണ്. അതുണ്ടാകാത്തവന്റെ കാര്യം ഇനി ചർച്ച ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. തസ്യാ നിവർത്തിതായാം, ശ്രവണത്തിൽ നിന്ന് ഈ പറയുന്ന വാക്യശ്രവണം, എന്താണ്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യശ്രവണങ്ങളിൽ നിന്ന് ദൈവമാധവി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമ്മൾ മനസ്സിലാക്കും. അജ്ഞാനം, അവിദ്യ
അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാദിദോഷ അനുപത്തേഹി, പിന്നെ കാമാദിദോഷങ്ങളില്ല, ദുഃഖഹേതുക്കളാണ് അതെല്ലാം. അതുകൊണ്ടാണ് കാമാദിദോഷങ്ങൾ എടുത്തു പറയുന്നത്. കാമം, വിരാഗം ഇതെല്ലാമാണ് ദുഃഖത്തിലുള്ള മുഖ്യ ഹേതുക്കൾ. ദുഃഖനിവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. അത് ആത്മബോധം കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതിന് സമാധാനം കൊണ്ട് പറയുന്നത് ഈ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. കാമാദിദോഷങ്ങൾക്ക് പിന്നീട് യാതൊരു പ്രസക്തിയില്ല. എന്തിനെ ബോധിച്ചു? തന്റെ സ്വരൂപത്തെ. തന്റെ സ്വരൂപത്തെ എങ്ങനെ ബോധിച്ചു? ഈ കാമാദിദോഷരഹിതമായി ബോധിച്ചു. പിന്നെ എങ്ങനെ അവിടെ കാമാദിദോഷങ്ങൾക്ക് പ്രസക്തി വരുന്നു? അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. ഇത് തിരയല്ല, തരംഗമല്ല, കേവലമായ പ്രകാശമാണ് എന്ന് മരീചികയെ ബോധിച്ചു. പിന്നീട് അവിടെ തിരംഗം, തിര, നുര ഇതിനൊക്കെ എന്താ പ്രസക്തി? ആ ബോധ്യപ്പെടലിൽ ബാക്കിയുള്ള സർവത്തിന്റെയും പ്രസക്തി അവിടെ ഇല്ലാതാകും. അതാണ് ജ്ഞാനത്തിന്റെ വിശേഷത. അത് ജ്ഞാനത്തിനേ കഴിയത്തുള്ളൂ, മറ്റൊന്നിനും കഴിയത്തില്ല. ധ്യാനത്തിനും മറ്റൊന്നിനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ധ്യാനിച്ചാൽ ദുഃഖത്തെ മറന്നിരിക്കാം, ധ്യാനിക്കാതിരുന്നാൽ വീണ്ടും ദുഃഖം വരും. കാമാദിദോഷാനുപത്തി, ഇവിടെ നമ്മുടെ മനസ്സിൽ സംശയം വരും, പ്രാരബ്ധം തുടങ്ങിയ വിഷയങ്ങൾ വരും. അതിനെക്കുറിച്ച് അവസാനം അതിന് ഭാഷ്യകാരൻ തന്നെ സമാധാനം പറയും. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ശ്രുതിവാക്യത്തിൽ നിന്നുള്ള ബോധം അതുണ്ടായാൽ, ഉണ്ടാകാത്തതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. ഉണ്ടായാൽ കാമാദിദോഷാനുപത്തേഹി, അനാത്മചിന്ത അനുഭവത്തി, പിന്നീട് അവനിൽ അനാത്മചിന്തയും ഇല്ല. ആണ് സംബന്ധിച്ചത്. കാമാദിദോഷങ്ങളുള്ളതുകൊണ്ടാണ് അനാത്മചിന്ത വരുന്നത്. ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ശരീരം അനാത്മാവായി, ശരീരചിന്ത വരുന്നു, ശരീരതാതാത്മ്യം വരുന്നു മനസ്സ്. ശരീരതാതാത്മ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സഹജമായ ക്ഷുത്പിപാസ, വിശപ്പും ദാഹം, ഉടനെ ഇച്ഛ, കാമം എല്ലാം മനസ്സിൽ വരുന്നു. അത് അനാത്മചിന്ത കൊണ്ടാണ്, ശരീരത്തിലുള്ള ആത്മബോധം കൊണ്ടാണ്. ഇതുപോലെ ബാഹ്യമായ വിഷയങ്ങൾ, മമത്വം, ഈ അഹന്തയിൽ നിന്ന് വരുന്ന മമത, അതുകൊണ്ട് അവിടെയെല്ലാം അനാത്മചിന്ത വരുന്നു. സ്വർഗത്തെക്കുറിച്ച് വരുന്നു, പുത്രനെ കുറിച്ച് വരുന്നു, സമ്പത്തിനെ കുറിച്ച് വരുന്നു, കീർത്തിയെക്കുറിച്ച് വരുന്നു. ഇങ്ങനെ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള അനാത്മചിന്തയിൽ നിന്നും ദുഃഖമുണ്ടാകും. പക്ഷെ ഇവിടെ ആത്മബോധത്തിൽ ദുഃഖകാരണമായിരിക്കുന്ന, ഈ അനാത്മചിന്തയ്ക്ക് കാരണമായിരിക്കുന്ന അവിദ്യ നിവർത്തിച്ചതുകൊണ്ട് അനാത്മചിന്ത വരുന്നില്ല. അവിടെ ദുഃഖത്തിനും പ്രസക്തിയില്ല എന്നാണ്. ഇത് തത്വജ്ഞാനത്തിന്റെ സാക്ഷാത് ഫലം, മുഖ്യഫലം, നേരിട്ടുള്ള ഫലം. അതിനെ പറയുകയാണ്. ദുഃഖനിവൃത്തി എങ്ങനെ തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറയുകയാണ്. പ്രാരബ്ധം തുടങ്ങിയ വിഷയങ്ങൾ പിന്നീട് വരും. പാരിശേഷ്യ ആത്മചിന്തയേവ, ശരി, ആത്മബോധം വന്നു, ആത്മാവിനെ ബോധിച്ചു. അവിടെ അനാത്മചിന്ത ഇല്ല എന്ന് പറയും. പിന്നെന്ത് ചിന്തയാണുള്ളത്? ഉറങ്ങുമോ? ഉറക്കം വരുമോ ആത്മബോധം വന്നു കഴിഞ്ഞു? കാരണം അനാത്മചിന്തയൊന്നുമില്ല, അപ്പോൾ ഒരു ചിന്തയില്ല. ഒരു ചിന്തയില്ലാത്ത അവസ്ഥ ഉറക്കാണ്.
അതും ഇനി സമാധിയിലിരിക്കും. ഇത് വന്നു കഴിഞ്ഞു. ഇത് രണ്ടുമല്ല, പരിശേഷ്യ അത് ആത്മചിന്തയോ, പിന്നെ ആത്മചിന്തയുള്ളൂ, മറ്റു ചിന്തകളൊന്നുമില്ല, ആത്മചിന്തയുള്ളൂ അയാളെ സംബന്ധിച്ച്. വാസുദേവ സർവമിതി എന്ന് പറയുന്നത് ആ തത്വജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. സർവം ഖണ്ഡിതം ബ്രഹ്മ ആത്മീയവേദം സർവം, സർവത്ര ആത്മചിന്ത മാത്രം എന്ന് പറയും. അത് സർവത്ര ആത്മാവിനെ കുറിച്ച് ബലം പ്രയോഗിച്ച് ചിന്തിക്കുന്ന കാര്യമല്ല പറയുന്നു. ഉപാസനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. സഹജമായ ആത്മബോധം അതാണ്. അന്ധതയിൽ വസ്തുക്കളെ കാണുന്നില്ല, പ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നു. എങ്ങനെ? പ്രകാശത്തോടു കൂടി കാണുന്നു. അതുപോലെ അന്ധതയിലും ഇരുട്ടിലും അന്ധകാരത്തിലും, അല്ലെങ്കിൽ അന്ധതയിൽ തന്നെ കണ്ണു കാണാത്തവനും പ്രപഞ്ചത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ടാകാം. നാമരൂപങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായാലും വരാം. പക്ഷെ അത് അപൂർണമാണ് എന്നേ ഉള്ളൂ. കാഴ്ച തിരിച്ചു കിട്ടിയാലോ അറിവ് പൂർണ്ണമാകുന്നു. അത് അന്ധതയിലിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? എനിക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കും? അതിന് ആ ചോദ്യത്തിന് അന്ധന് സമാധാനം ഒരിക്കലും. സൂര്യൻ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അന്ധനെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതിന് യുക്തിയില്ല. ബുദ്ധി ഗ്രഹിക്കുന്നത് യുക്തിയിലൂടെയാണ്. അപ്പം അതങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ അതൊരു അനുഭവമാണെന്ന് കണ്ണുള്ളവന് മനസ്സിലാവും. അവന് ഇത്രയേ പറയാൻ പറ്റും, എങ്ങനെയാണ് താൻ കാണുന്നത് പോലെ. ആണത് അനന്യസംവേദ്യം. അത് അന്യസംവേദ്യമല്ല എന്ന് പറയുന്നതാണ്. അപ്പോ ആത്മബോധമുള്ളവൻ ഇതാ ഞാൻ എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു എന്നിങ്ങനെ കെട്ടിഘോഷിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. അങ്ങനെ അത് അതിനെ ശേഷിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു. അനാത്മദർശനമില്ല ആണ് പാരിശേഷ എന്ന് പറയുന്നു. പരിശേഷൻ ന്യായം എന്ന് പറയും. പരിശേഷൻ ന്യായം എന്ന് പറയുന്നത് ഗതിയില്ലാതെ പറഞ്ഞു പോകുന്ന ന്യായമാണ്. അതിനാണ് മറ്റൊരു തരത്തിലും അതിനെ വിശേഷിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ശേഷിക്കുന്ന ഒരു രീതിയിൽ അതിനെ പറയാം. അതിനാണ് പരിശേഷൻ ന്യായം എന്ന് പറയുന്നത്. പരിശേഷം അത് ആത്മചിന്ത എന്ന് പറയും, ആത്മബോധം എന്ന് പറയും. അന്ധനോട് പറയുന്നു സൂര്യന്റെ പ്രകാശം ഇന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഏത് തരത്തിലാണ്? അയാൾ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ശരി, എത്ര വിശദീകരിച്ചാലും ശരി, ആ കാഴ്ച ഉണ്ടാകുന്നത് വരെ അതിനൊരു സമാധാനമുണ്ട്. അപ്പോൾ അവിടെ പരിശേഷൻ ന്യായം ഉപയോഗിക്കും. എന്താണോ ഇപ്പം നീ കാണുന്ന ഈ അന്ധത, ഈ ഇരുള് മാറിയാൽ, അല്ലെങ്കിൽ ഈ ഇരുളിനെ മാറ്റുന്ന വെളിച്ചം എങ്ങനെയോ അതിന് വീണ്ടും വാക്കുകൾ ഉപയോഗിക്കുക. അത് പ്രകാശമാണ്, അത് ജ്വലിക്കുന്നതാണ്, അത് സ്ഫുരിക്കുന്നതാണ്, അത് ഭാനമാണ്. അങ്ങനെ 100 വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ബോധ്യം കാഴ്ച കിട്ടിയാലേ പറ്റൂ. അങ്ങനെ ബോധിപ്പിക്കുന്നതാണ് പരിശേഷൻ. അപ്പോൾ ആ ന്യായമനുസരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അത് ആത്മചിന്ത, ഉറക്കമല്ല, സമാധിയല്ല, മറ്റൊന്നുമല്ല.
ഇനി അതിനെ ഇതേത് പേരിട്ട് വേണോ വിളിക്കാം. അതിന് വേണമെങ്കിൽ സുഷുപ്തി എന്ന് പറയാം. എന്തുകൊണ്ട്? അനാത്മചിന്ത ഇല്ലാത്തതുകൊണ്ട്. സുഷുപ്തിയിലും അതില്ലല്ലോ. വേണമെങ്കിൽ അതിന് സമാധി എന്ന് പറയുന്നതുകൊണ്ട് അവിടെ അനാത്മചിന്തയില്ലല്ലോ. അതുപോലെ പറയുന്നു ആത്മചിന്ത എന്ന് പറയുന്നു. അതുകൊണ്ട് തസ്മാത് തദുപാസനം അസ്മിൻ പക്ഷേന വിധാതവ്യം പ്രാപ്തത്വ. അതുകൊണ്ട് ഇവിടെ ആത്മീയത്തെ ഉപാസീത എന്ന് പറയുന്നത് ധ്യാനത്തെ വിധിക്കുകയല്ല, സ്വസ്വരൂപത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയല്ല. എന്തുകൊണ്ടത് അല്ല എന്നുള്ളത് ഇനിയും വിശദീകരിക്കും. വാർത്തകാരനും അതിന് ഒരുപാട് വാർത്തകൾ അത് വിശദീകരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് ഉപാസനയല്ല, ഇത് ധ്യാനമല്ല, ധ്യാനത്തെ വിധിക്കുകയല്ല, ധ്യാനിക്കാൻ പറയുകയല്ല. വിധാതവ്യം ഇത് പ്രാപ്തത്വ, പ്രാപ്തമായെന്ന് ധ്യാനിക്കാൻ പറ്റത്തില്ല. പറയുന്നില്ല, ഉണർന്നവന് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ക്രിയ സാധ്യമല്ല എന്നാണ്. അതിനെക്കുറിച്ച് വീണ്ടും ചോദ്യവും സമാധാനവും വരുന്നു.